ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസം പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സന്തോഷപൂർവ്വം ഇന്നത്തെ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തലകളെ വണക്കം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിനത്തിൻ്റെ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നത് കർത്താവെ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങളെ കരയേറ്റുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവമേ ഞങ്ങളെ അനുഗ്രഹത്തോടെ അവിടെ നടത്തി. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, യാത്രകളിൽ, ഇടപാടുകളിൽ എല്ലാം ദൈവമേ ആദ്യോടെ അവസാനം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ തിരുസാന്നിധ്യ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്രത ഹൃദയത്തോടെ ആയിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ ആദ്യ അവസാനം സംബന്ധിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം. ആരാധനയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകി തരണം. ആ ദൈവിക ചൈതന്യം പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് കർത്താവെ അനുഗ്രഹത്തോടെ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയാട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമ മഹത്വത്തിനായി ക്രിസ്തീയ ഗീതങ്ങളിൽ 455 ഗീതത്തിൻ്റെ ആദ്യത്തെ 4 ചരണങ്ങൾ നമുക്ക് പാടാം. ഗീതം 455 ആദ്യത്തെ 4 ചരണങ്ങൾ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ.
പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ഒരു നിമിഷം ദൈവമുമ്പാകെ നമ്മിൽ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പാപക്ഷമയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് അനുദപിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് ഏറ്റവും വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പീൻ.
ഇന്ന് കാലത്തേക്കുള്ള പ്രത്യേക അപേക്ഷ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. മനസ്സലിവും കാരുണ്യവാനുമായ ദൈവമേ, നിന്റെ പുത്രനെ ദാസ്യവേഷത്തിൽ മനുഷ്യനായി നൽകിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാതൃകകൾ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അവ ഉൾക്കൊണ്ട് ദൈവരാജ്യവ്യാപ്തിക്കായും ദൈവനാമ പുകഴ്ചയ്ക്കായും പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങനെ ശുശ്രൂഷ ചെയ്യിക്കുകയല്ല, ശുശ്രൂഷിക്കുകയും തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുകയും ചെയ്യുകയാണ് ക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശമെന്ന് ലോകമറിയുവാൻ ഇടയാക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 104 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 104. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകി പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്തൊരതിരിട്ടു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവൻ തൻ്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു, ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ബലത്താൽ തൃപ്തി വരുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവൻ്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, എരിഞ്ഞാറയ്ക്ക് സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു, അതിൽ സഞ്ചരിക്കുന്ന ചെറുതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. തിരുമുഖത്തെ മറക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു, നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ.
കന്യമറിയാമിൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. കന്യമറിയാമിൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം മുതൽ. അന്ന് സെബെദീപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരപേക്ഷ കഴിച്ചു. നിനക്കെന്ത് വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികൾ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഷിമിയോൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഷിമിയോൻ്റെ പാട്ട്. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി ക്രിസ്തീയ ഗീതങ്ങളിൽ 400-ാമത്തെ ഗീതത്തിൻ്റെ ആദ്യത്തെയും 3-ാമത്തെയും ചരണം നമുക്ക് പാടാം. ഗീതം 400-ൻ്റെ ആദ്യത്തെയും 3-ാമത്തെയും ചരണം നമുക്ക് പാടാം.
പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനും നാൾത്തോറും ഞങ്ങളെ വഴി നടത്തുന്നവനുമാകുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കർത്താവേ അങ്ങയുടെ സേവനത്തിനായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവല്ലോ. അങ്ങയെ മാതൃകയാക്കിക്കൊണ്ട് കർത്താവേ ഈ ലോകത്ത് ജീവിപ്പാനായി അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ വന്നിട്ടുള്ള എല്ലാ കുറവുകളും ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങളെ ധ്യാനിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും കരുണ കൊണ്ടും ഒക്കെ അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണം. കൃപയോടെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മധ്യകേരള മഹായിടവക ആത്മായ ഞായറായി ഈ പ്രത്യേക ഞായറാഴ്ച വേർതിരിച്ച് ഒരു ക്രമീകരണം ചെയ്തിരിക്കുകയാവുന്നു. അതിന് പ്രകാരം ഉള്ള വേദഭാഗങ്ങളും അതിന് പ്രകാരമുള്ള ആരാധനാ ക്രമീകരണങ്ങളുമൊക്കെ ആകുന്നുവല്ലോ നമ്മൾ ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും 104-ാം സങ്കീർത്തനവും അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും ആകുന്നു. ഈ വേദഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ചിന്തകളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേ വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് തൻ്റെ ജീവിതത്തിലൂടെയും സേവനത്തിലൂടെയും ക്രിസ്തുവിൻ്റെ വലിയ മാതൃക പകർന്നു നൽകിയ അധികം ആരും അറിയപ്പെടാത്തതായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് ചിന്തയിലേക്ക് കടക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ ദീർഘവർഷം ചാപ്ലൈനായിട്ട് പ്രവർത്തിച്ച മിസ് മേരി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചില ചിന്തകൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ചിന്തയിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ബാച്ചിലേഴ്സ് ഓഫ് ഡിവിനിറ്റി എടുക്കുന്നതിന് വേണ്ടിയും പൂനെയിൽ തൻ്റെ പഠനം പൂർത്തീകരിച്ച് പിന്നീട് വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ചാപ്ലൈനായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മിസ് മേരി ജോർജ്. ദീർഘനാളുകൾ രോഗികൾക്കിടയിൽ തൻ്റെ സേവനം നിർവഹിച്ച് റിട്ടയർമെൻറ്റ് ആയ സമയത്ത് നമ്മുടെ സ്ഥാപനമായ വെല്ലൂർ മിഷനിലുള്ള ബെത്സൈദ സ്പിരിച്വാലിറ്റി ആൻഡ് ഗൈഡൻസ് സെൻറ്ററിൽ തൻ്റെ റിട്ടയർമെൻറ്റ് കാലം ചെലവഴിച്ചതായിട്ടുള്ള ഒരു വ്യക്തി. മിസ് മേരി ജോർജ് വിവാഹിത ആയിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുക്കണം എന്നുള്ള വലിയ താല്പര്യത്തോടുകൂടെ റിട്ടയർമെൻറ്റ് ശേഷവും നമ്മുടെ സ്ഥാപനമായ ബെത്സൈദ സ്പിരിച്വാലിറ്റി ആൻഡ് ഗൈഡൻസ് സെൻറ്ററിൽ ദീർഘകാലം മിസ് മേരി ജോർജ് താമസിക്കുകയും അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് റിട്ടയർമെൻറ്റ് കാലത്തിന് ശേഷവും ഒരു വലിയ ശുശ്രൂഷ ഈ പ്രിയ ദാസി നിർവഹിച്ചു എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാനായിട്ടാണ്. വെല്ലൂർ ബെത്സൈദ സ്പിരിച്വാലിറ്റി ആൻഡ് ഗൈഡൻസ് സെൻറ്ററിൽ വന്നിട്ടുള്ള അവിടെ സന്ദർശിച്ചിട്ടുള്ള ഓരോ രോഗികൾക്കും മറക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്
മേരി ജോർജ് കൊച്ചമ്മ, മിസ് മേരി ജോർജ് കൊച്ചമ്മ. തൻ്റെ റിട്ടയർമെൻ്റ് കാലത്തിന് ശേഷം ഈ നമ്മുടെ ഗൈഡൻസ് സെൻറ്ററിൽ താമസിക്കുകയും അവിടെ കടന്നു വരുന്ന ഓരോ രോഗികൾക്ക് വേണ്ടിയും വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ അവരുടെ മുറികളിൽ പോയി, നടക്കുവാൻ കഴിയുന്നതായ കാലഘട്ടത്തിൽ അവരുടെ മുറികളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ കടന്നു വരുന്ന ഓരോ രോഗിയും രാവിലെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ മേരി കൊച്ചമ്മയുടെ മുറിയിൽ വന്ന് പ്രാർത്ഥിച്ച് ആണ് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നത്. അവർ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളോ ചെക്കപ്പുകളോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരികെ വരുമ്പോഴും ഈ മേരി ജോർജ് കൊച്ചമ്മയുടെ മുറിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ മുറികളിലേക്ക് കടന്നു പോകും. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് മിസ് മേരി ജോർജിലൂടെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ദീർഘകാലം വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചതുകൊണ്ട് അവിടെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ സീനിയർ ഡോക്ടേഴ്സിനും ബൈബിൾ ക്ലാസ്സുകളും, അതുമാത്രമല്ല അവിടെ പഠനം നടത്തി അവിടെ ജോലിയിൽ പ്രവേശിച്ചതായിട്ടുള്ള പല ഡോക്ടേഴ്സിനും നഴ്സസിനും അവിടെ പ്രവർത്തിച്ചിട്ടുള്ളവരുമായിട്ടുള്ള വലിയ ബന്ധവും സ്നേഹബന്ധങ്ങളും തൻ്റെ ഇൻഫ്ലുവൻസ് മുഖാന്തരം അനേക രോഗികളെ സഹായിക്കുവാനായിട്ട് മിസ് മേരി ജോർജ് കൊച്ചമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രോഗിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ മേരി കൊച്ചമ്മ തന്നെ ഈ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുകയും വേണ്ടുന്നതായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം. അതുമാത്രമല്ല, തനിക്ക് തുച്ഛമായി ലഭിക്കുന്ന പെൻഷനിൽ നിന്ന് നല്ലൊരു ശതമാനം തുക മധ്യകേരള മഹായിടവകയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം സെമിനാരിയിൽ പഠിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും തൻ്റെ പെൻഷനിൽ ലഭിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയ തുക അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ കൊടുക്കുന്നത് എനിക്ക് വളരെ അടുത്ത് അറിയാവുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലപ്പുറമായിട്ട് അനേക അന്യമതസ്ഥരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ഗൈഡൻസ് സെൻറ്ററിൽ വന്ന് താമസിക്കുമ്പോൾ അവരോട് കർത്താവിനെക്കുറിച്ച് പറയുവാനും അവരോട് കർത്താവിനെക്കുറിച്ച് വളരെ വ്യക്തിപരമായിട്ട് പറയുവാനും അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും അവർക്ക് ദൈവവചനം കൊടുക്കുവാനും ആ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് മേരി ജോർജ് കൊച്ചമ്മയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചമ്മ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം തനിക്ക് നൽകിയതായിട്ടുള്ള ജീവിതത്തിൽ നല്ലൊരു ശതമാനം ജീവിതത്തിൻ്റെ സമയവും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കൊടുത്തു. റിട്ടയർമെൻറ്റ്, ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന റിട്ടയർമെൻറ്റിന് ശേഷവും തന്നാൽ കഴിയുന്നത് കർത്താവിന് വേണ്ടി ചെയ്തതായിട്ടുള്ള ഒരു വ്യക്തിത്വം. അതുകൊണ്ട് ആത്മായ ഞായറായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചോദിക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത്മായർ, ഇന്നത്തെ ചിന്തയുടെ ടൈറ്റിൽ എന്ന് പറയുന്ന അത്മായർ സേവനത്തിനായി വിളിക്കപ്പെട്ടവർ എന്നുള്ളതാണ്. സേവനം എന്ന വാക്കിന് നമുക്കറിയാം വളരെയധികം അർത്ഥമുണ്ട്. പ്രതിഫലമുള്ള സേവനങ്ങളുണ്ട്, പ്രതിഫലം പ്രതീക്ഷിക്കാതെയുള്ള സേവനങ്ങളുണ്ട്, ദൈവിക സേവനമുണ്ട്, ക്രിസ്ത്യൻ സർവീസ്. ഒരുപക്ഷെ സേവനത്തിന് വളരെ അധികം അർത്ഥവ്യാപ്തികൾ ഉണ്ടെങ്കിലും ദൈവിക സേവനത്തിന് അതിനൊരർത്ഥമേ ഉള്ളൂ, അതിനൊരു അർത്ഥവ്യാപ്തിയേ ഉള്ളൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. 3 ചിന്തകളെ വളരെ വേഗത്തിൽ പറഞ്ഞ് എൻ്റെ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1, സേവനത്തിന് ഒരാത്മഭാരം ആവശ്യമാണ്. സേവനത്തിനൊരാത്മഭാരം ആവശ്യമാണ്. നമ്മൾ വായിച്ചു കേട്ട 1-ാം പാഠഭാഗം, അല്ലെങ്കിൽ ഇന്ന് വായിക്കേണ്ടുന്ന 1-ാം പാഠഭാഗത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നെഹമ്യാവ് തൻ്റെ നേതൃത്വത്തിൽ ചില കാര്യങ്ങളെയൊക്കെ ചെയ്യുന്നതായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ 1-ാം അധ്യായം നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രവാസത്തിൽ കഴിഞ്ഞതായിട്ടുള്ള തൻ്റെ ജനത്തെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തും
യെരുശലേമിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നതായിട്ടുള്ള നെഹമ്യാവിനെയാണ് നമ്മൾ കാണുന്നത്. 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്ന ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞും കൊണ്ട് കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ തൻ്റെ ജനത്തെയും യെരുശലേമിൻ്റെ അവസ്ഥയെയും കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആത്മഭാരമുള്ള ഒരു നെഹമ്യാവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് അതിൻ്റെ 2-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ അർത്ഥസൃഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിച്ചതായിട്ടുള്ള കാര്യത്തിൻ്റെ മുന്നിൽ വളരെ ആത്മഭാരത്തോടെ തന്നെ സമർപ്പിക്കുന്നതായിട്ടുള്ള നെഹമ്യാവിനെ നമ്മൾ കാണുകയാണ്. അവിടെ ദൈവ കൃപയോടും കൃത്യമായ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വലിയ ദൗത്യം പൂർത്തീകരിക്കുന്നതാണ് നെഹമ്യാവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത്. ഒരുപാട് തടസ്സങ്ങൾ നെഹമ്യാവ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്തിരിഞ്ഞു പോകുന്നതിനുള്ള ഒരുപാട് കാരണങ്ങൾ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും പിന്തിരിഞ്ഞു പോകാതെ ദൈവം തന്നെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നെഹമ്യാവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിഞ്ഞതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നത് ഒരു ആത്മഭാരം നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളോട് ചോദിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. ഈ ആത്മഭാരം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ നെഹമ്യാവിനിങ്ങനെ പറയാമായിരുന്നു, ഇതെന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല, ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഈ രാജസന്നിധിയിൽ വളരെ സുഖലോലുപതയിൽ യാതൊരു പ്രയാസങ്ങളും അനുഭവിക്കാതെ ജീവിക്കാമായിരുന്ന നെഹമ്യാവ് ഈ ആത്മഭാരം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നു വന്ന് തൻ്റെ ജനത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നെഹമ്യാവിന് സാധിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ആത്മഭാരം നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സേവനത്തിന് ഒന്നാമതായി വേണ്ടുന്നതായിട്ടുള്ള കാര്യം ഈ ആത്മഭാരമാണ്. അത് നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരാത്മഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത ഈ വേദഭാഗങ്ങളോട് ചേർന്ന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള വായിക്കുന്നതായിട്ടുള്ള സമയത്ത് സെബദിപുത്രന്മാരുടെ അമ്മ ചില ആവശ്യങ്ങളുമായി കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ഇവിടെ വായിച്ച് കേൾക്കുമ്പോൾ, ഈ സുവിശേഷ വേദഭാഗത്ത് വായിച്ച് കേൾക്കുമ്പോൾ അവരിൽ ചില കുറവുകൾ, പോരായ്മകൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പോരായ്മകൾ ഇതൊക്കെയാണ്: സ്വാധീനത്തിലൂടെ കാര്യം നേടുവാനായിട്ടുള്ള ഒരു ശ്രമം. സെബദിപുത്രന്മാരുടെ അമ്മ ഇവിടെ തൻ്റെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനായിട്ട് കടന്നു ചെല്ലുകയാണ്. സ്വാധീനത്തിലൂടെ കാര്യങ്ങൾ നേടുവാനായിട്ടുള്ള ശ്രമം. അവിടെ നമ്മൾ കാണുന്നത് സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ചില പ്രവർത്തനങ്ങളെ നമ്മളവിടെ കാണുകയാണ്. നമ്മൾ കാണുന്ന മറ്റൊരു പോരായ്മ അവിടെ സ്വന്തം നേട്ടം മാത്രം ലക്ഷ്യമാക്കി ചില ശ്രമങ്ങൾ നടത്തുന്നത് നമ്മളിവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഈ 3 പോരായ്മകളാണ് ക്രൈസ്തവ സേവനത്തെ വല്ലാതെ ബാധിക്കുന്നതായിട്ടുള്ള 3 കാര്യങ്ങൾ. പലപ്പോഴും സ്വാധീനത്തിലൂടെ കാര്യങ്ങൾ നേടുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഈ സെബദിപുത്രന്മാരുടെ അമ്മ ശ്രമിച്ചതുപോലെ നമ്മളും ശ്രമിക്കാറുണ്ട്. സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ചുള്ള പല പ്രവർത്തനങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. സ്വന്തം നേട്ടം മാത്രം ലക്ഷ്യമാക്കിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, സേവനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സേവനം ക്രിസ്തു പ്രേരിതം ആയിത്തീരേണ്ടത് ആവശ്യമാണ്. സേവനം ക്രിസ്തു പ്രേരിതം ആയിത്തീരേണ്ടത് ആവശ്യമാണ്. അവിടെ സ്ഥാനമാനങ്ങൾക്കോ മറ്റ് നേട്ടങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സേവനത്തിനായി വിളിക്കപ്പെട്ടവരെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണ് എന്നുള്ളത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും നമ്മളിപ്പോൾ വായിച്ചതായിട്ടുള്ള സുവിശേഷ വേദഭാഗത്തും വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സേവനത്തിനായി വിളിക്കപ്പെട്ടവർ തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്തെന്ന് അറിഞ്ഞവരും അതോടൊപ്പം
ഏൽപ്പിച്ചതായിട്ടുള്ള വേലയിൽ സമർപ്പിതരും ആയിരിക്കണം എന്നുള്ളതാണ്. തങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യത്തിൽ വേലയിൽ സമർപ്പിതരുമായിരിക്കണം സേവനത്തിനായി വിളിക്കപ്പെട്ടവർ നിർവഹിക്കേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ സുവിശേഷ വേദഭാഗത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ ക്രിസ്തു വന്നത് എന്ന് ഓർമ്മിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സേവനത്തിലുള്ള നമ്മുടെ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് സേവനമെന്ന് പറയുന്നത് ക്രിസ്തു പ്രേരിതം ആയിത്തീരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അടിവരയിട്ട് പറയേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് രണ്ടാമത് നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സേവനത്തിൽ നമ്മുടെ മാതൃക ആരാണ്? സേവനത്തിൽ നമ്മുടെ മാതൃക ആരാണ് എന്നുള്ള ചോദ്യം നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ ഒന്നാമതായി ഓർപ്പിച്ചത് ഈ ആത്മഭാരം, നെഹമ്യാവിനുള്ള ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. 2, സേവനത്തിനുള്ള നമ്മുടെ മാതൃക ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 3, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നതായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാ സേവനവും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കവിടെ ലഭിക്കുന്നത്. എല്ലാ സേവനവും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു വലിയ ചിന്ത. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ ചില പിഴവുകൾ വന്നപ്പോൾ ചില പുനഃക്രമീകരണങ്ങൾ നടത്തുവാനായിട്ട് അപ്പോസ്തലന്മാർ അവിടെ ശ്രമിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് ദൈവവചന പ്രഘോഷണമാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ദൗത്യമാണ്. അവരേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പരമമായിട്ടുള്ള ശുശ്രൂഷ, ഉത്തരവാദിത്വം എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ ശുശ്രൂഷയിൽ ചില കുറവുകൾ സംഭവിക്കുവാനായിട്ട്, അതിൽ നിന്ന് ചില പിന്മാറ്റങ്ങൾ വരുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ അവരതിനെ പരിശോധിക്കുകയും അതിനവിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മേശകൾ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് ആളുകളെ തിരഞ്ഞെടുത്തു. മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ചില ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു കൂട്ടം ആളുകൾ ദൈവവചന ശുശ്രൂഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും മറ്റു ചില കൂട്ടർ മേശയിലെ സേവനത്തിനായിട്ട് നിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ ക്രമീകരണത്തെയാണ് ഇവിടെ അപ്പോസ്തലന്മാർ അവിടെ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ സേവനത്തിന് ആയിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ അവിടെ വളരെ കൃത്യമായിട്ട് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നവരെ തിരഞ്ഞെടുക്കുമ്പോൾ, നിയോഗിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആത്മാവും ജ്ഞാനമുള്ളവരും സാക്ഷ്യമുള്ളവരും ആയിരിക്കണം. ആത്മാവും ജ്ഞാനമുള്ളവരും സാക്ഷ്യമുള്ളവരുമായിരിക്കണം മേശയിലെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഈ സേവനത്തിൻ്റെ ആഴത്തെ, അല്ലെങ്കിൽ ഈ സേവനത്തിൻ്റെ പ്രാധാന്യത്തെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷ ചെയ്യേണ്ടുന്നവർ ആത്മാവും ജ്ഞാനമുള്ളവരും സാക്ഷ്യമുള്ളവരുമായിരിക്കണമെന്നുള്ള ഒരു മാനദണ്ഡം അവിടെ കീപ്പ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഈ മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെയും അതിൻ്റെ ആഴത്തെയും വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയിൽ ഇതൊരു ചെറിയ ശുശ്രൂഷയായിട്ട് തോന്നാം. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ചെറിയ കാര്യവും വിലപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരനുഭവം. ഓരോ ചെറിയ ശുശ്രൂഷകനും, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകനും പ്രാധാന്യമർഹിക്കുന്നവനാണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ചെറിയ ശുശ്രൂഷയും ഒരു വലിയ ശുശ്രൂഷയെ പരിപോഷിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നാം അവിടെ വായിക്കുന്നത്, അത് അവിടെ ചിലർ ഏറ്റെടുത്ത് ആ ശുശ്രൂഷ അവർ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അതിലൂടെ ആദിമസഭ ശക്തി പ്രാപിക്കുന്നതായിട്ടാണ് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഈ വേദഭാഗത്ത് നമ്മൾ
കാണുവാനായിട്ട് ഇടയാകുന്നു. അതുകൊണ്ട് ഇവിടെ മൂന്നാമത് ഞാൻ നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, സേവനത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്താണ്? സേവനത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തണം. ഓരോ ചെറിയ കാര്യവും വിലപ്പെട്ടതാണ് എന്ന് ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുകയാണ്. മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നവർക്കും ഒരു പ്രത്യേക മാനദണ്ഡം അവരെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടായിരുന്നു. അവർ ആത്മാവുള്ളവരും ജ്ഞാനമുള്ളവരും സാക്ഷ്യമുള്ളവരുമായിരിക്കണമെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഓരോ ചെറിയ ശുശ്രൂഷ ചെയ്യുന്നതിലും വളരെ കൃത്യതയോടെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള അപ്പോസ്തലന്മാർ. അതുകൊണ്ട് നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്, സേവനത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഒരുപക്ഷെ ഇന്ന് ഈ ചിന്തയുടെ ആദ്യ ഭാഗത്ത് ആത്മായർ സേവനത്തിനായിട്ട് വിളിക്കപ്പെട്ടവർ എന്നുള്ള ചിന്ത നാം ഇവിടെ പങ്കിടുമ്പോൾ നെഹമ്യാവിനെ പോലുള്ള ഒരു ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് സേവനത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരനുഭവം. എനിക്കും നിങ്ങൾക്കും ഒരു ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സേവനം ചെയ്യുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരുകയില്ല. സേവനത്തിൽ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തു പ്രേരിതമായിരിക്കണം നമ്മുടെ സേവനം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ സുവിശേഷ വേദഭാഗങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സേവനത്തിനായിട്ടുള്ള മനോഭാവം എന്താണ് നമ്മിൽ ഉള്ളത്? ഓരോ ചെറിയ കാര്യവും ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് അത് വലുതാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വാട്ട് ക്യാൻ ഐ ഡു ഓർ വാട്ട് വി ക്യാൻ ഡു? നമുക്കൊത്തൊരുമിച്ച് എന്താണ് ചെയ്യുവാനായിട്ട് കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആത്മായ ഞായറായിട്ടൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ കേൾക്കുവാനും മനസ്സിലാക്കുവാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, ഔദ്യോഗിക മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചതായിട്ടുള്ള അനേകർ നമുക്കുണ്ട്. എന്നാൽ കർത്താവിനായിട്ട് എനിക്കിപ്പോൾ എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. കർത്താവിനായിട്ട് എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇടവയിൽ ധാരാളം ആളുകൾ ജീവിതത്തിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചതിന് ശേഷം റിട്ടയറായി ഭവനത്തിലേക്ക് വന്നിട്ടുള്ളവരുണ്ട്. നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ ഒരാത്മായൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ചില 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കണം. നമുക്ക് ധാരാളം റിട്ടയർഡ് ടീച്ചേഴ്സുണ്ട്. ദീർഘവർഷങ്ങൾ മഹാഡോയുടെ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിപ്പിച്ചതായിട്ടുള്ള അനേക ടീച്ചേഴ്സ് നമുക്കുണ്ട്. നമ്മുടെ ഒരു കുറച്ച് സമയം മാറ്റിവെച്ച് നമ്മുടെ ഗേൾസ് ഹോമിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്യൂഷൻ എടുക്കുവാൻ, അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ, അവരെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അവർക്ക് വേണ്ടുന്നതായിട്ടൊരു ഹെൽപ്പ് കൊടുക്കുവാനായിട്ട് നമ്മുടെ ഇടവകയിൽ നമ്മുടെ മഹായിടവയിൽ ദീർഘനാൾ പ്രവർത്തിച്ചതായിട്ടുള്ള നമ്മുടെ അധ്യാപകർക്ക് സാധിക്കില്ലേ? ഒരാത്മായൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യുവാൻ കഴിയാവുന്ന ഒരു കാര്യം അതാണ്. 2, നമുക്കൊരു പാലിയേറ്റീവ് കെയർ ഉണ്ട്, നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്. ഒരുപക്ഷെ ദീർഘനാളുകളായിട്ട് അവിടെ ഒരു വോളണ്ടിയേഴ്സ് ടീമിനെ ക്രമീകരിക്കുവാനായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സഭ്യച്ചന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എത്രയോ ആളുകൾ റിട്ടയർ ആയതിനു ശേഷവും ഞങ്ങളുടെ ജോലി വിദേശത്തോ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ജോലി പൂർത്തീകരിച്ചതിന് ശേഷം നാട്ടിലെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അവിടെ ഒന്ന് വാഹനം ഓടിച്ച് സഹായിക്കുവാനായിട്ട് സാധിക്കും. അവിടെ കടന്നു വരുന്ന രോഗികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ളൊരു ചെറിയ സഹായം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ചെറിയ കാര്യമല്ലേ അത്? പിന്നീട് ഓർപ്പിക്കാനുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിച്ച അനേകർ നമ്മുടെ ഇടവകയിൽ റിട്ടയർ ആയതിനു ശേഷം ഭവനങ്ങളിലുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് സ്രോതസ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ട് സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവർക്ക്
അങ്ങനെയുള്ള സ്രോതസ്സുകളെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും അവർക്ക് അത് സാധ്യമാക്കി കൊടുക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയില്ലേ? നമ്മുടെ എത്രയോ ആളുകൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലൊക്കെ പ്രവർത്തിച്ചതായിട്ടുള്ള എത്രയധികം ആൾക്കാർ നമുക്കുണ്ട്. നമ്മുടെ ഈ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ലഭിച്ചിട്ടുള്ളത് ഒരു വലിയ പ്രാഗൽഭ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ, അവരെ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്കത് പ്രാപ്യമാക്കി തീർക്കാനായിട്ടുള്ള ഒരു വലിയ കാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഏരിയ പ്രയറുകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഏരിയ പ്രയറുകൾ ക്രമമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ആത്മായ നേതൃത്വം നമുക്കില്ല എന്നുള്ളത് ഒരു വലിയ പരാജയമാണ്. പല സ്ഥലങ്ങളിലും ഈ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ പ്രാർത്ഥനകളെ ലീഡ് ചെയ്യുവാൻ, ഒരുപക്ഷെ ഒരു ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുവാൻ, ആ പ്രാർത്ഥനകളെ ലീഡ് ചെയ്യുവാൻ, പാട്ടുകളെ ലീഡ് ചെയ്യുവാൻ, അവിടെയുള്ള പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാനായിട്ടുള്ള ഒരു നല്ല ആത്മായ ലീഡർഷിപ്പ് നമുക്കില്ല എന്നുള്ളത് ഒരു വലിയ പരാജയമാണ്. നമ്മളിൽ എത്രയോ ആളുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ ജോലി ചെയ്തവരാണ്. നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ, അതിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കുവാനായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കോമ്പൗണ്ടിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഇന്ന് പുനർനിർമ്മാണം ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതിനുള്ള സ്രോതസ്സുകളെ കണ്ടെത്തുവാൻ, അതിനെ സംയോജിപ്പിക്കുവാൻ, ഒരുമിപ്പിക്കുവാൻ, അതിനൊരു നേതൃത്വം കൊടുക്കുവാൻ, അതിന് വേണ്ടുന്നതായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസ് കണ്ടെത്തുവാനായിട്ടുള്ള സാധ്യതകൾ നമുക്കില്ലേ? ഒരുപക്ഷെ നമ്മുടെ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ മഹാഡയുടെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച അനേകർ നമുക്കുണ്ട്. നമ്മുടെ ഈ കോമ്പൗണ്ടിലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചതായിട്ടുള്ള അനേകർ നമുക്കുണ്ട്. ഈ സ്ഥാപനങ്ങളെയൊക്കെ പുനർജീവിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുപാട് പേർക്ക് കഴിയുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് വരുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരുപക്ഷെ നമ്മളിലുള്ള അനേകർക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും ഒരു മിഷൻ ഫീൽഡിൽ പോയി നമുക്കുള്ള കഴിവുകളെ, നമുക്കുള്ള താലന്തുകളെ അവിടെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ലേ? നമ്മുടെ എത്രയോ സ്ഥാപനങ്ങൾ, നമ്മുടെ എത്രയോ മിഷൻ ഫീൽഡുകളിൽ ഇന്ന് പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് ആളുകളെ വേണം. ഒരുപക്ഷെ അധ്യാപകരായിട്ട് പ്രവർത്തിക്കുവാൻ, ഒരുപക്ഷെ അവിടെ സ്കൂളുകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് കൊടുക്കുവാൻ, അവിടെ ഒരുപക്ഷെ അവിടെ ഒരു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടുന്നതായിട്ടുള്ള നേതൃത്വം കൊടുക്കുവാനായിട്ടൊക്കെ ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ഒരു മാസം, നമ്മുടെ ഒരു വർഷം അതിനുവേണ്ടി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന നേതൃത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അതിന് മുമ്പോട്ട് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും ഇത് കൂടുതൽ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അത് ദൈവം നമുക്ക് നൽകിത്തരുമ്പോൾ അത് അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ ദൈവവിളിയോടുള്ള ഒരു നിഷേധ മനോഭാവമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും സാധ്യതകളും സാഹചര്യങ്ങളും താലന്തുകളൊക്കെ നൽകിയിരിക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ദൈവ വിളിയോടുള്ള നിഷേധ മനോഭാവമാണ് നമുക്കുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിന്ന് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിച്ചതുപോലെ നെഹമ്യാവിനുള്ള ആത്മഭാരം നമുക്കുണ്ടാകണം. നമ്മുടെ സേവനങ്ങളൊക്കെ ക്രിസ്തു പ്രേരിതമായിട്ട് തീരണം. സേവനത്തിനുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ അനേക കാര്യങ്ങളെ നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും. അതിന് ഈ നാളിൽ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ മേരി ജോർജ് കൊച്ചമ്മ, മിസ് മേരി ജോർജ് വെല്ലൂർ പ്രവർത്തിച്ചതായിട്ടുള്ള ആ ഒരു വനിതയുടെ ജീവിതത്തിലൂടെ അവർ ചെയ്തത് ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അനേകരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങളെ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു.
ആ ഒരു വലിയ ദൗത്യം നമുക്കും ഏറ്റെടുക്കുവാൻ സാധിക്കും. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിയനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പന്തിയോസ് പിലാത്തോസ്റ്റിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു വന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും ക്രിസ്ത്യന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിലെ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്കും കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്കും പ്രവേശിച്ച ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും അനുഗ്രഹത്തോടുകൂടെ ഒക്കെ കർത്താവെ അവിടുന്ന് അവരെ പരിപാലിക്കുകയും വഴി നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമാകുന്ന ദൈവീയ കൃപ അവർക്ക് അവിടുന്ന് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ പ്രതികൂല സാഹചര്യത്തിലും ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും ഒക്കെ അവരെ അവിടുന്ന് വഴി നടത്തണം. അവർ പഠിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മേഖലകളിൽ കർത്താവ് ദൈവത്തിന് ധാരാളമായ കൃപ വ്യാപരിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. അവർ വസിക്കുന്ന ഭവനങ്ങളെ അനുഗ്രഹിക്കണം, പ്രവർത്തിക്കുന്ന മേഖലകളെ അനുഗ്രഹിക്കണം, അവർ വിശ്രമ ജീവിതത്തെ അനുഗ്രഹിക്കണം. ആരോഗ്യവും ബലവും നൽകി കർത്താവ് ഈ നാളിൽ അവിടുന്ന് കൃപയോടെ നടത്തിയാട്ട്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൽ താഴ്മയോടെ വിളിച്ചപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമീൻ. ഈ ആഴ്ചയിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹ വർഷം ആഘോഷിക്കുകയും ചെയ്ത എല്ലാവർക്കും സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഇടവയുടെ ആശംസകളെ അറിയിക്കുകയും ചെയ്യുന്നു. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഓരോ പ്രാർത്ഥനയുടെയും പിന്നാലെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രതിവാക്യമായി ചൊല്ലാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രതിവാക്യമായി നമുക്ക് ചൊല്ലാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. സഭയുടെ നാഥനും ഞങ്ങളുടെ കർത്താവുമേ, ആത്മായ ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ ആത്മായ ഞായറായി ഇന്ന് ദിവസം ആചരിക്കുന്നതിന് ഞങ്ങൾ കേട്ട വചനത്തിനുമായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയുടെ നേതൃത്വത്തിലുള്ള എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. CSI സഭയുടെ മോഡറേറ്റർക്കും മധ്യകേരള മഹായിടവയുടെ ബിഷപ്പും അതോടൊപ്പം ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്കും മർത്തോമാ സഭയുടെ നേതൃത്വത്തിനും വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സഭയുടെ സംഘടനകളായ സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, ഗായക സംഘം, സ്ത്രീജന സഖ്യം എന്നിവയ്ക്കായും പ്രത്യേക ആത്മായ ഫെലോഷിപ്പിനായും സഭയിലും സമൂഹത്തിലും അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവയിലുള്ള ദൈവസ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരുന്നതിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മായ ഫെലോഷിപ്പിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ എന്നിവർക്കായും ഡിസ്ട്രിക്ട് സെക്രട്ടറിമാർ, യൂണിറ്റ് സെക്രട്ടറിമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കായും എല്ലാ പ്രവർത്തനങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന എല്ലാ സന്നദ്ധ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായും ആ പ്രവർത്തനത്തിൽ സഭയിൽ ഒരാത്മീയ നവോദനം സൃഷ്ടിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷിലോഹാം റീഹാബിലിറ്റേഷൻ സെൻ്ററിന് വേണ്ടിയും ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസത്തിൻ്റെ ഭാഗമായി അന്തരുടെ ഇടയിലെ ദൗത്യവും അഗപ്പേ ശസ്ത്രക്രിയാ സഹായ ഫണ്ട്, നിർധന വയോജന സഹായം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രപതിക്കും എല്ലാ മന്ത്രിമാർക്കും ഗവൺമെൻറ്റിനും പൊതുസ്ഥലങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന എല്ലാവർക്കും പണിശാലകൾക്കും വ്യവസായ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കായും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ രഹിതരായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ തേടുന്നവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം തൊഴിൽ ലഭിക്കുവാനും ലഭിക്കുന്ന തൊഴിലിൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും പ്രവർത്തിക്കുവാനും അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ശാസ്ത്രജ്ഞന്മാർ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, കർഷക തൊഴിലാളികൾ, കായികമായി അധ്വാനിക്കുന്ന ഏവർക്കും, COVID-19 പോരാടുന്ന സാമൂഹ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, പരിചാരകർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സേവനങ്ങൾ നൽകുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്കും, ദരിദ്രർക്കും, അനാഥർക്കും, മർദ്ദിതർക്കും, രോഗികൾക്കും, വയോധികർക്കും, വിശേഷാൽ മരണത്തോട് സമീപിച്ചിരിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഐക്യത്തിനും വിശേഷാൽ ദൈവജനത്തിൻ്റെ ഐക്യത്തിനും വേണ്ടി, ലോകത്തിൽ അവരുടെ സേവനത്തിനും സൗഖ്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. COVID-19 എന്ന മഹാവ്യാധി ലോകത്തിൽ മരണവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ അതിനുള്ള വാക്സിൻ മരുന്നുകൾ കണ്ടെത്തുവാനും അതിനെ പ്രയാസത്തിലും വിഷമത്തിലും ഇരിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ അങ്ങയെ കൂടുതലായി അറിഞ്ഞ് അങ്ങയുടെ മുൻപിൽ കർത്താവേ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർ ജാഗരൂകരായി തീരുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, സഭയുടെ ആവശ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും ദുഃഖിതരെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾക്ക് കടന്നു വരുവാൻ തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ, ഞങ്ങൾ തിരുസന്നിധിയിൽ അപേക്ഷിച്ച അപേക്ഷകൾ പ്രകാരം കർത്താവെ അവിടുന്ന് സകലവും ഞങ്ങൾക്ക് നിവൃത്തി വരുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം, ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിൽ അതിന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ഈ ആഴ്ചകളിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികയും ആഘോഷിക്കുകയും ചെയ്യുന്ന നമ്മൾ സമർപ്പിക്കുന്നതായിട്ടുള്ള സ്തോത്ര വഴിപാടുകളെയും എല്ലാം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വഴിപാടുകളും സ്തോത്ര സമർപ്പണങ്ങളും ദൈവസന്നിധിയിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നതായിട്ടുള്ള സ്തോത്ര വഴിപാടുകളും പിറന്നാൾ വിവാഹവാർഷിക സമർപ്പണങ്ങളും ഒക്കെ കർത്താവേ അങ്ങയുടെ നാമമഹത്വത്തിനും കർത്താവേ അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കും മുഖാന്തരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. അതർപ്പിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ജനത്തെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നിട്ടുള്ളവയിൽ നിന്ന് നല്ല മനസ്സോടെ ഞങ്ങൾ അർപ്പിക്കുന്നതായിട്ടുള്ള സ്തോത്ര വഴിപാടുകൾ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാനിടയാക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൽ താങ്കളോട് വിളിച്ചപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ആമീൻ. കീർത്തനം 379 ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 379 ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വിശ്വസ്തനായ ദൈവമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ സന്നിധിയിൽ ആയിരുന്നുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറയുവാനും
കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി കരയേറ്റുവാനും തിരുവചനത്തിലൂടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ പരിശോധിച്ചുകൊണ്ട് കർത്താവെ ഒരാത്മഭാരമുള്ളവരായിട്ടാണോ ഞങ്ങൾ ജീവിക്കുന്നതെന്നും സേവനത്തിനായിട്ടുള്ള കർത്താവെ ഞങ്ങളുടെ മാതൃക ക്രിസ്തു ആകുന്നെന്ന ബോധ്യത്തോടുകൂടിയാണോ ഞങ്ങൾ ജീവിക്കുന്നതെന്നും സേവനത്തിനായിട്ടുള്ള ഞങ്ങളിലുള്ള മനോഭാവം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും കർത്താവെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. കർത്താവ് മഹായിടവകയും ആത്മായ സംഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ആരാധനയിലുടനീളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്നുകൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടവും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നിങ്ങളെല്ലാവരുടെയും കൂടെ നിന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് ധാരാളമായ കൃപ നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹായിടവയിൽ നിന്നുള്ള ബിഷപ്പിൻ്റെ പ്രത്യേക സർക്കുലർ ഈ നിമിഷത്തിൽ വായിക്കട്ടെ. 11/6/2020 പുറപ്പെടുവിച്ച ബിഷപ്പ് സർക്കുലർ 3/2020 ക്രമ നമ്പർ 6 പ്രകാരം 2020 മെയ് 31 പൂർത്തീകരിച്ച മാസവരി അനുസരിച്ച് തയ്യാറാക്കിയ സമ്മതിദായകരുടെ പട്ടിക 24/10/2020 പ്രസിദ്ധീകരിക്കേണ്ടതും 25/10/2020, 1/11/2020 എന്നീ ആരാധന മധ്യേ പരസ്യപ്പെടുത്തേണ്ടതും ആകുന്നു. ഈ സംവിധായകരുടെ പട്ടിക നമ്മുടെ നോട്ടീസ് ബോർഡിൽ നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സംവിധായകരുടെ പട്ടികയിൽ ആക്ഷേപമുള്ളവർ 8/11/2020 ഞായറാഴ്ചയ്ക്ക് മുമ്പായി സഭയുടെ ചുമതല വഹിക്കുന്നതായിട്ടുള്ള പട്ടക്കാരനെ രേഖാമൂലം അറിയിക്കണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, സ്ത്രീജന സഖ്യത്തിൻ്റെ വഞ്ചിക സമർപ്പണം ഇനിയും അത് കൊടുക്കുവാനായിട്ടുള്ളവർ ഈ ദിവസങ്ങളിൽ കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതമായാൽ അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയാൽ താഴെ പേര് പറയപ്പെടുന്നവരായ പ്രിയപ്പെട്ടവർക്ക് ഡീക്കൻ പട്ടം കൊടുക്കുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്തിരിക്കാവുന്നു. മൂലേടം CSI സെൻറ്റ് പോൾസ് ഇടവകയിൽ പ്ലാന്തറ ജസ്റ്റിൻ തമ്പി, പുതുവൽ CSI സെൻറ്റ് സ്റ്റീഫൻസ് ഇടവകയിൽ പുത്തൻപറമ്പിൽ വെസ്ലി പി കുരുവിള എന്നിവർക്ക് CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ വെച്ച് നവംബർ മാസം 12 രാവിലെ 9:30 മണിക്ക് ഡീക്കൻ പട്ടം കൊടുക്കുവാനും, കുമ്പളാംപൊയ്ക CSI സെൻറ്റ് ആൻഡ്രൂ CSI ഇടവകയിൽ പുന്നമൂട്ടിൽ അജിനം മാത്യു, 800 വയൽ CSI സെൻറ്റ് ബർണബാസ് ഇടവകയിൽ കണിയാമ്പറ വിജോ ടി ജോസഫിനും ദൈവഹിതമായാൽ നവംബർ മാസം 13 വെള്ളിയാഴ്ച CSI സെൻറ്റ് തോമസ് ചർച്ച് തോലശ്ശേരിയിൽ വെച്ച് ഡീക്കൻ പട്ടം കൊടുക്കുന്നതിനും, കൂത്താട്ടുകുളം CSI ക്രൈസ്റ്റ് ചർച്ച് പമ്പാറയിൽ അനീഷ് പി ജെയ്ക്കും, ഒളശ CSI സെൻറ്റ് മാർക്സ് ഇടവകയിൽ കാരിക്കത്തറ ജോൺ പുന്നനും CSI ക്രൈസ്റ്റ് ചർച്ച് കൂത്താട്ടുകുളത്ത് വെച്ച് നവംബർ മാസം 14 9:30 മണിക്കും ഡീക്കൻ പട്ടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാകുന്നു. ഈ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ സേവനവും ശുശ്രൂഷയും സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. അവരുടെ റിട്രീറ്റുകളും
ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനും നിങ്ങൾ സ്വർഗസ്ഥ പിതാവേ, വിശ്വസ്തനായ ദൈവമേ, ഡീക്കൻ പട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ ഈ പ്രിയ ശുശ്രൂഷകരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനവും സേവനവും ശുശ്രൂഷയും കർത്താവെ സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡീക്കൻ പട്ടം കൂടെ ശുശ്രൂഷ കർത്താവെ ഏറ്റവും ഭംഗിയായി കർത്താവെ ഏറ്റവും ക്രമീകരണത്തോടുകൂടി നടത്തപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണം. ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ അഭിമന്യ തിരുമേനിയും മറ്റ് പട്ടക്കാരെയും ശുശ്രൂഷകരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും ആ ശുശ്രൂഷ ധന്യവും അനുഗ്രഹവുമായി തീരുവാനിടയാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, അഭിവന്ദ്യൻ തോമസ് കെ ഉമ്മൻ തിരുമേനിയാൽ ഒക്ടോബർ മാസം 18-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ പാരിഷ് ഹോളിൻ്റെ പുനർപ്രതിഷ്ഠ നടത്തപ്പെടുവാനായിട്ടിടയായി തീർന്നു. അതിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ക്രമീകരണമാണ് നാം ചെയ്തിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിലും ലൈവ് സ്ട്രീമിങ്ങിലൂടെ എല്ലാവർക്കും അത് കാണുവാൻ സാധിച്ചു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തുടർന്ന് നമ്മുടെ പ്രാർത്ഥനയും സഹകരണവും അതിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹകരിച്ച എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചെറുതും വലുതുമായ ദാനങ്ങൾ നൽകിയവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.